ഗർഭാശയത്തിലെ മുഴകൾ, ഗർഭാശയത്തിലെ പോളിപ്പ്, ഇതെല്ലാം തന്നെ ഓരോ ലക്ഷണങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഈ അണ്ഡാശയത്തിൽ വരുന്ന മുഴകൾ ലക്ഷണങ്ങൾ ഉണ്ടാക്കാത്ത മുഴകളാണ്. ഓവറിയിലെ ക്യാൻസർ പെട്ടെന്ന് വളരുന്നതാണ്, അതുപോലെ ലക്ഷണങ്ങളും ഉണ്ടാക്കത്തില്ല. ഇത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 90% വരെ ക്യൂർ ഇതിന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ഈ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പോൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ 90% പേർക്കും ഈ HPV വൈറസ് അണുബാധ ഉണ്ടാകും. പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഗൈനക്കിനെ കാണേണ്ട ആവശ്യമുണ്ടോ? മാസമുറ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഗൈനക്കിനെ കാണേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ മാസമുറയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നില്ലെങ്കിൽ ഗൈനക്കിനെ കാണേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മാൾ മാം ആണ്. മാം, വെൽക്കം ടു ദ ഷോ. SUT ഹോസ്പിറ്റൽ പട്ടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഡോക്ടർ, ഞാനിപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ പ്രസവമെല്ലാം കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും ഒരു ഗൈനക്കിനെ കണ്ട് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കേണ്ടതും അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മളുടെ കേരളത്തിലെ ഒരു സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് ഒരു 35 വയസ്സിന് മുമ്പ് തന്നെ എല്ലാവരുടെയും അതായത് പ്രസവം, കുഞ്ഞുങ്ങൾ, ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു 30-35 വയസ്സിനിടയിൽ കഴിയും. അപ്പോൾ പിന്നെ ഒരു കാലഘട്ടം കിടക്കുക എന്ന് പറഞ്ഞാൽ 35 വയസ്സ് തുടങ്ങി ഒരു ആർത്തവ വിരാമം വരുന്നത് ഒരു 50 വയസ്സ് വരെയാണ്. അപ്പോൾ നമുക്ക് പ്രസവ സമയത്ത് ചിലപ്പോൾ ഗർഭപാത്രത്തിൽ മുഴകളൊന്നും ഇല്ലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ 35 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വന്നെന്നിരിക്കാം. മാസക്കുളി സമയത്ത് ആർത്തവം, ബ്ലഡ് പോകുന്ന രക്തസ്രാവം വളരെ കൂടുതലായിട്ട് വന്നെന്നിരിക്കാം. പക്ഷേ നമ്മളുടെയൊക്കെ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർത്തവ സംബന്ധമായിട്ട് എന്തു തന്നെ സംഭവിച്ചാലും അത് സാരമില്ല, അത് നോർമലാണ് എന്ന് പറയുന്നവരാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ബ്ലീഡിങ്, രക്തസ്രാവം കൂടുതലുണ്ടായിട്ട് നമ്മളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് 4 ഗ്രാം 5 ഗ്രാം വരെ കുറഞ്ഞാലും സ്ത്രീകൾ നമ്മളെ സമീപിക്കാറില്ല. അവർ സമീപിക്കുന്നത് എനിക്ക് പെട്ടെന്ന് തലകറക്കം വന്നു, ഒരു ദിവസം ഞാൻ തലകറങ്ങി വീണു, അല്ലെങ്കിൽ എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ഈയിടെ കുറച്ച് ശ്വാസം മുട്ടൽ കൂടുതലാണ്. ശ്വാസം മുട്ടൽ കുറച്ച് നാളുകൊണ്ടേ ഉണ്ടായിരിക്കും, പക്ഷേ ശ്വാസം മുട്ടൽ കൂടുതലാണ്, തികളയിടി വരുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അവരാരും തന്നെ ഈ മാസക്കുളിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളോട് പറയാറേയില്ല. നമ്മൾ ചോദിച്ചു വരുമ്പോഴാണ് മാസക്കുളി കുറച്ച് തെറ്റിയാണ് വരുന്നത്, നേരത്തെ വരുന്നുണ്ട്, മാസക്കുളിയുടെ സമയത്ത് എനിക്ക് കുറച്ച് വേദന കൂടുതലുണ്ട്, അപ്പോൾ മാസക്കുളിയുടെ സമയത്ത് ബ്ലീഡിങ് കൂടുതലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല എന്ന് ചോദിച്ചാൽ അവർ പറയും, ഡോക്ടറെ അത് പ്രായമായപ്പോൾ തുടങ്ങി എനിക്ക് മാസമുറയിൽ വേദനയുള്ളതാണ്, അതിപ്പോഴും ഉണ്ട്, ഇച്ചിരി കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ, പ്രായം അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചെല്ലാം കൂടുമല്ലോ. പിന്നെ എൻ്റെ അമ്മയ്ക്കും മാസക്കുളി സമയത്ത് രക്തപോക്ക് കൂടുതലായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയെടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചിക്കും കൂടുതലാണ്, അപ്പോൾ അത് പാരമ്പര്യമായിട്ട് ഉള്ളതാണ് എന്ന് വിചാരിക്കുന്നു. അവരുടെ ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ എല്ലാ മാസവും ഈ കൂടുതലായിട്ട് പോകുന്ന രക്തസ്രാവം വന്നിട്ട് അവരുടെ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞ് വരുന്ന ഒരു സ്ഥിതിവിശേഷം കൊണ്ടാണ്. നമ്മളുടെ രക്തത്തിൽ സ്ത്രീകളുടെ ഹീമോഗ്ലോബിൻ ഒരു 12 തുടങ്ങി 14 വരെ മിനിമം ഉണ്ടാവണം. അപ്പോൾ ഈ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്ത് മൊത്തം ഓക്സിജൻ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ ഹീമോഗ്ലോബിൻ രക്തത്തിൽ കൂടെ കൊണ്ടുപോകും. അതെല്ലായിടവും എത്തിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ നമുക്ക് ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം പതിവിലും കൂടുതൽ ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ അതാണ് അവർക്ക് അതുപോലെ കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ ഹാർട്ട് ആ ജോലി ചെയ്യുന്നതിന് വേണ്ട ഓക്സിജൻ രക്തം എത്തിക്കാൻ വേണ്ടി വളരെയധികം കൂടുതൽ സമയം ഹാർട്ട് ബീറ്റ് ചെയ്യും. ഇതെല്ലാമാണ് അവർക്ക് ശ്വാസം മുട്ടലായിട്ട് തോന്നുന്നതും തികളൈഡിയായിട്ട് അനുഭവപ്പെടുന്നതും ഒക്കെ. പക്ഷേ ഈ ഹാർട്ടിനെ അത് എഫക്റ്റ് ചെയ്യണമെങ്കിൽ 7 ഗ്രാമിൽ കുറയണം. അപ്പോൾ ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചോണം ഇവരുടെ ഹീമോഗ്ലോബിൻ 7-ൽ കുറവാണ്. അപ്പോൾ അങ്ങനെ 7-ൽ കുറവാണെങ്കിൽ അത് രക്തസ്രാവം കൊണ്ടാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ ലളിതമായിട്ട് അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ
എന്തുകൊണ്ടാണ് ഇങ്ങനെ രക്തസ്രാവം വരുന്നതെന്ന് ഒരു ശാരീരിക പരിശോധനയിലൂടെയും പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കൂടെയും, ഇത് രണ്ടും വേദന എടുക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്തുകൊണ്ടാണെന്ന്. പലപ്പോഴും ഓപ്പറേഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് മരുന്നുകൾ കൊടുത്ത് ഈ രക്തം കൂടുതലുണ്ടാവാനുള്ള, രക്തസ്രാവം കുറയ്ക്കാനുള്ള മരുന്നുകളും കൊടുക്കാം, അതുപോലെ രക്തം കൂടുതൽ ഉണ്ടാകാനുള്ള മരുന്നുകൾക്കും അവർക്ക് കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വഴി അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുടുംബം കൊണ്ടുപോകുന്നത്, ഇപ്പോൾ പുരുഷനാണ് ഗൃഹനാഥനെങ്കിൽ പോലും ഒരു സ്ത്രീയാണ് കുടുംബം കൊണ്ടുപോകുന്നതിലൊരു വലിയ പങ്ക് വഹിക്കുന്നത്. ആ സ്ത്രീയുടെ ആരോഗ്യം നോക്കുക എന്ന് പറയുന്നത് അവനവനും ചിന്തിക്കണം, അതുപോലെ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇവരൊക്കെ ചിന്തിക്കണം അമ്മയുടെ ആരോഗ്യം കുറയുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ കാണണം എന്ന് തന്നെ അവർക്ക് തോന്നും. ഇനി അല്ല ഒരു ഫിസിഷ്യനെ കണ്ടാൽ പോലും അവർ തീർച്ചയായിട്ടും ചോദിക്കും, വിളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസക്കുളി പ്രശ്നമുണ്ടോ എന്നാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണൂ എന്ന് പറയും. അപ്പം അത് ഒരു വശം. ചില സ്ത്രീകളുണ്ട്, നമ്മളുടെ ഒരു 8 മാസം ഗർഭത്തിൻ്റെ വലിപ്പമുള്ള മുഴ വയറ്റിലുണ്ടെങ്കിലും അതറിയാതെ പോകുന്നവരുണ്ട്. കാര്യം ഇത് പതുക്കെ പതുക്കെ വളരുന്ന മുഴയാണ്. അപ്പോൾ അതിനെപ്പറ്റി അവർക്കൊരു ബോധം കാണൂല. കാര്യം പതുക്കെ വളരുന്നതായതുകൊണ്ട് വയറ്റിൽ ഈ കട്ടി വരുന്നത് പലപ്പോഴും സ്ത്രീകൾ അവരുടെ ഓട്ടത്തിനിടയിൽ കുഞ്ഞുങ്ങളെ നോക്കണം, ഭർത്താവ് നോക്കണം, ഭർത്താവിനെ നോക്കണം, വീട്ടുകാര്യം ചെയ്യണം, ജോലിക്ക് പോകണം, ഇതിൻ്റെ ഇടയിൽ അവർ മനസ്സിലാക്കാറില്ല. വളരെ പതുക്കെ പതുക്കെ വളരുന്നതായതുകൊണ്ട് ഒരു 9 മാസം അല്ലെങ്കിൽ 8 മാസം ഗർഭത്തിൻ്റെ വലിപ്പമുള്ള മുഴയാവുമ്പോഴാണ് എന്തോ ഒരു കട്ടി എന്ന് പറഞ്ഞ് വരുന്നത്. ആ സമയത്ത് നമുക്കതിന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനേ പറ്റുള്ളൂ. യൂട്രസോടെ മാറ്റേണ്ടി വരും. മാത്രവുമല്ല, അത്രയും വലിയ കട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന മുറിവും അതുപോലെ വലുതായിരിക്കും. മാത്രമല്ല, ഇത്രയും വലിയ കട്ടിയാവുമ്പോഴത്തേക്കും ആ മൂത്രനാളിക്കുഴലിലൊക്കെ ഒരു പ്രഷർ വന്നിട്ട് കിഡ്നിയും ഒക്കെ വലുതായി കാണും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയ മുഴകളാണെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്നതാണോ എന്ന് നോക്കി ഇരിക്കാൻ പറ്റും. ഇങ്ങനെ പ്രഷർ ഇഫക്ട്സ് ഒക്കെ വരുന്നോ എന്ന് നോക്കാൻ പറ്റും. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതിനേക്കാൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ഡാശയത്തിൽ വരുന്ന മുഴകളാണ്. അണ്ഡാശയത്തിൽ വരുന്ന മുഴകൾ, ഞാൻ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ചെറിയ പ്രായത്തിലും വരാം, മാസമുറ നിന്ന് കഴിഞ്ഞിട്ടും വരാം. പക്ഷേ ഈ ഗർഭാശയത്തിലെ മുഴകൾ, ഗർഭാശയത്തിലെ പോളിപ്പ്, ഇതെല്ലാം തന്നെ ഓരോ ലക്ഷണങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഈ അണ്ഡാശയത്തിൽ വരുന്ന മുഴകൾ ലക്ഷണങ്ങൾ ഉണ്ടാക്കാത്ത മുഴകളാണ്. അത് നല്ലപോലെ വളർന്ന് പലയിടത്തും വ്യാപിച്ച് കഴിയുമ്പോഴേ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പം മാസമുറ നിന്നുപോയ സ്ത്രീകളിൽ വരുന്ന മുഴകളാണെങ്കിൽ അവർക്കത് ആദ്യം ഫീൽ ചെയ്യുന്നത് ഒരു ഗ്യാസിൻ്റെ പ്രശ്നം. എനിക്ക് കുറച്ച് ആഹാരം കഴിക്കുമ്പോൾ തന്നെ വയറ് കമ്പിച്ചിരിക്കുന്ന പോലെ തോന്നും, ഗ്യാസ് കൂടുതലായിട്ട് തോന്നും, വയറ് പെരുക്കുന്നത് പോലെ തോന്നും. ഇതൊന്നും പറഞ്ഞ് ആരും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവില്ല. ചിലപ്പോൾ ഒരു സാധാരണ എന്നേ ഉദ്ദേശിക്കുന്നത് അവർക്കും വലിയ പങ്കുണ്ട്. ഒരു MBBS കഴിഞ്ഞ ഡോക്ടറെ അടുത്തായിരിക്കും. ചിലപ്പോൾ ആ ഡോക്ടർക്ക് മനസ്സിലാവില്ല ഇത് ചിലപ്പോൾ അണ്ഡാശയത്തിലുള്ള മുഴ കൊണ്ട് വരാം എന്നുള്ളത്. ഒരു ഭൂരിഭാഗം ഡോക്ടർക്കും അതിനെപ്പറ്റി അറിയാം. ഒന്നുമില്ലെങ്കിൽ അവരൊരു സ്കാനെങ്കിലും പറയുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത്രയും വലുതായി കഴിയുമ്പോൾ ഡോക്ടർമാർക്ക് അവർക്ക് കൊടുക്കാവുന്ന ചികിത്സയ്ക്ക് ഒരു പരിമിതിയുണ്ട്. അണ്ഡാശയത്തിലെ ക്യാൻസർ എന്ന് പറയുന്നത്, അതായത് ഓവറിയിലെ ക്യാൻസർ പെട്ടെന്ന് വളരുന്നതാണ്. അതുപോലെ ലക്ഷണങ്ങളും ഉണ്ടാക്കത്തില്ല. ഇത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 90% വരെ ഇതിന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷെ പിന്നെ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഓപ്പറേഷനും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിനും അവരുടെ ആ ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മൾ പറയുമല്ലോ, അതും കുറഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ പിന്നെ നമുക്ക് സെർവിക്സിൽ വരുന്ന ക്യാൻസർ ഉണ്ട്. സെർവിക്സിൽ വരുന്ന ക്യാൻസർ 10 വർഷം മുമ്പ് നമുക്കറിയാൻ പറ്റുന്ന ക്യാൻസറാണ്. അപ്പോൾ ഈ 10 വർഷം മുമ്പ് വെറും സിമ്പിളായിട്ടൊരു പാപ്സ് ടെസ്റ്റിൽ കൂടെ നമുക്ക് പാപ്സ്മിയർ എന്ന് പറയും. അത് 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ എല്ലാ 3 മാസവും ചെയ്തുകൊണ്ടിരുന്നാൽ ഇവർക്ക് ഗർഭാശയ മുഖത്തുള്ള ക്യാൻസർ വരുമോ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ കമ്പൽസറിയാണ് എല്ലാ 3 വർഷവും
അവർക്ക് പാപ്സ്മിയർ ടെസ്റ്റ് എടുക്കണം, സ്കാൻ എടുക്കണം, ഇതൊക്കെ. നമ്മളുടെ അവിടെ അങ്ങനെ കമ്പൽസറി അല്ല. നമ്മൾ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ആശുപത്രിക്കും ഡോക്ടർമാർക്കും പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ്. അങ്ങനെയല്ല. ഒരു ക്യാൻസർ വന്നാലേ അത് ഒരാളുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അത് അനുഭവിക്കുന്നതിന് മുമ്പ് അത് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഈ ഒരു ഗൈനക്കോളജിക്കൽ ചെക്കപ്പ് എന്നുള്ളത്. അതുകൊണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ ഡോക്ടറെ കണ്ടാൽ അതവർക്ക് ഗുണം ചെയ്യും. അതിനവർ ചിലവാക്കുന്ന പൈസ തീർച്ചയായിട്ടും ഒരു നഷ്ടവും ആയിരിക്കുകയില്ല. ഓക്കെ, ആ ഒരു ഇൻ്റർവെൽ ടൈം ഒന്ന് പറയാമോ ഡോക്ടർ? ഒരു വർഷത്തിനകത്താണോ കാണേണ്ടത്, അതോ 6 മാസമാണോ, എങ്ങനെയാണ്? നമ്മൾ ഈ ഒരു 35-45 വയസ്സിൽ വരുന്ന ഈ ഗർഭാശയത്തിനകത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു അമിതമായ രക്തസ്രാവമൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം ഡോക്ടറെ. തീർച്ചയായിട്ടും ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്, സാരമില്ല എന്ന് വിചാരിക്കാതെ പോയി കാണണം. ഒരു ലക്ഷണങ്ങളും അവർക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ 30 വയസ്സ് കഴിയുമ്പോൾ ഒരു പാപ്സ്മിയർ എടുക്കാനായിട്ട് ഡോക്ടറെ ഒന്ന് പോയി കാണണം. എല്ലാ 3 വർഷവും പാപ്സ്മിയർ ടെസ്റ്റ് നമ്മൾ എടുക്കണം എന്നാണ്. എല്ലാ 3 വർഷം 30 വയസ്സ് കഴിയുമ്പോൾ. എന്താ 30 വയസ്സിന് മുമ്പ് എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ, ഈ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പോൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ 90% പേർക്കും, ഈ 80-90% പേർക്കും ഈ HPV വൈറസ് അണുബാധ ഉണ്ടാകും. എന്നാൽ ഈ ഉണ്ടാകുന്ന എല്ലാവർക്കും തന്നെ ക്യാൻസർ ഉണ്ടാവില്ല. അതിനകത്തൊരു അത് കോശങ്ങളിലൊരു വ്യത്യാസമാണ് വരുത്തുന്നത്. അത് കോശങ്ങളിലൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ 5 വർഷം തുടങ്ങി 10 വർഷത്തിനകം ആ കോശങ്ങളിലെ വ്യത്യാസം മാറി അത് തിരിച്ച് നോർമലാവും. പക്ഷേ ഒരു 10% പേരിൽ ഈ കോശത്തിലെ വ്യത്യാസം ക്യാൻസറാവും. അപ്പം നമ്മളിപ്പോൾ കല്യാണം കഴിച്ച് 5 വർഷത്തിനകമോ 2 വർഷത്തിനകമോ ആണ് നമ്മളിത് നോക്കാൻ പോകുന്നതെങ്കിൽ ആ കോശത്തിലെ വ്യത്യാസം കണ്ട് വെറുതെ വെപ്രാളപ്പെടും. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു 4-5 വർഷം കഴിയുമ്പോൾ നോക്കിയാൽ മതി. പക്ഷേ എല്ലാവരുടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ എയ്ഡ്സ് പോലെ രോഗമില്ലാത്ത സ്ത്രീകളൊക്കെ ആണെങ്കിൽ 30 വയസ്സ് കഴിയുമ്പോൾ നോക്കാൻ തുടങ്ങണം. എല്ലാ 3 വർഷവും ഒരു പാപ്സ്മിയർ എടുക്കണം. ഇപ്പോൾ ഒരു കൂടിയ ടെസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഈ വൈറസിൻ്റെ DNA തന്നെ ഗർഭാശയ മുഖത്തുണ്ടോ, സെർവിക്സിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഉണ്ട്. അത് കുറച്ചും കൂടെ ചിലവുള്ള ടെസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ അതും ഒരു 1500-2000 രൂപയ്ക്ക് അകത്തേ വരുന്നുള്ളൂ. ആ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ നമ്മൾ നോക്കിയാൽ മതി. ആ ടെസ്റ്റ് കുറച്ചും കൂടെ നമുക്ക് ആ DNA ഉണ്ടോ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. DNA ഇല്ല എന്ന് വന്നാൽ അടുത്ത 5 വർഷത്തേക്ക് ഒരു സ്ത്രീ സുരക്ഷിതയാണ്.